Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Miss. Good morning. നമ്മൾ ഓഡിറ്റിന്റെ ചാപ്റ്റർ തുടങ്ങി വെച്ചിരുന്നു. എല്ലാവരുടെയും കയ്യില് നല്ലോണം എടുക്കുക. എല്ലാവരും ഓഡിറ്റ് നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആരെങ്കിലും ഒന്ന് പറയാമോ? ഏതുവരെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് പറയാമോ? മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്, അത് മൂന്നും നമ്മളൊന്ന് ഡിഫൈൻ ചെയ്തു അല്ലെ? അതുവരെയല്ലേ പറഞ്ഞു നിർത്തിയത്? അപ്പൊ നിങ്ങള് വായിച്ചു നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങള് ചാപ്റ്റർ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാം. ആരെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഏത് ചാപ്റ്റർ ആണെന്ന്. ഓഡിറ്റ് ആണ്, നമുക്കറിയാം. ഓഡിറ്റ് എന്നുള്ള ഹെഡിങ് ഓഡിറ്റ് എന്ന് പറയുന്നുണ്ട്. ഇതില് ചിലർക്ക് ഇങ്ങനെ വേറെ നമ്പറിലായിരിക്കും വേണ്ടത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഓഡിറ്റിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തു. ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള റിസോഴ്സ് വെച്ചിട്ട് അവിടെ സർവീസുകളൊക്കെ കാഴ്ചവെക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ വരുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, പേഷ്യൻസിനെ പരിശോധിക്കുന്നതായാലും അതേമാതിരി തന്നെ അവിടെ ഉപയോഗിക്കുന്ന റിസോഴ്സസിന്റെ എന്തെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കാം, ടെക്നിക്കൽ റിസോഴ്സസ് ആയിരിക്കും, എന്ത് തന്നെയാണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ഓഡിറ്റുകൾ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് ഓഡിറ്റ് നടക്കുന്നത്. അതേമാതിരി എന്തെങ്കിലും റെക്കോർഡ്സിനെ കീപ്പ് ചെയ്ത് വെക്കാൻ പിന്നീടുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓഡിറ്റ് സംഭവങ്ങളെല്ലാം ചെയ്ത് വെക്കും. ഇനി നമ്മൾ എടുത്ത് തുടങ്ങാനുള്ളത് എന്താണ്? മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ് ആണ്. പറയുമ്പോട്ടെ ഇപ്പോ നമ്മള് എടുത്ത് തുടങ്ങാനുള്ളത് ഏത് തരത്തിലുള്ള ഓഡിറ്റുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിലെന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവേഷനിൽ എന്താണ്? നമ്മള് നേരിട്ട് തന്നെ നിരീക്ഷണം നടത്തിയിട്ട് വിലയിരുത്തുന്ന ഒരു രീതിയാണ്. അതിൽ നേരിട്ട് തന്നെ മനസ്സിലാക്കുകയാണ് ഇന്ന പോരായ്മകളാണ് ഉള്ളത്, അതല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ടൈമിന്റെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് എന്തെങ്കിലും ഉപകരണങ്ങളുടെ കാര്യത്തിലായിരിക്കും, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നേരിട്ട് ഒബ്സർവേഷൻ നടത്തുന്ന രീതിയിലൂടെ ഓഡിറ്റ് നടത്തുന്നതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ദെൻ ചെക്ക് ലിസ്റ്റ്, അതായത് എന്തെങ്കിലും റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് അതിലൂടെ ചിലപ്പോൾ അവര് നേരിട്ട് തരുന്ന സമയമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഒന്ന് ഓഡിറ്റ് നടത്തുന്ന ലിസ്റ്റുകളാണെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട്, അതായത് ചെക്ക് ലിസ്റ്റ് മുഖേന നമുക്ക് ഓഡിറ്റ് നടത്താം. ദെൻ ഡോക്യുമെന്റേഷൻ റെക്കോർഡ്സ്, അതായത് നമുക്ക് മെഡിക്കൽ ഓഡിറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സുകൾ ധാരാളം ഉണ്ടാവും അല്ലെ? അത് എന്തിനെ കുറിച്ചിട്ടാണ്? പേഷ്യൻസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതുകൾ, ചിലപ്പോൾ ഏതെങ്കിലും സ്കാനിങ് സംഭവങ്ങൾ, അതൊക്കെ ടെക്നിക്ക് പ്രത്യേകം പ്രൊഫഷണലില് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്തണോ എന്നോ വേണ്ടുന്ന തീരുമാനം എടുക്കുന്നതാണ് ഡോക്യുമെന്റേഷൻ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? വോയിസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനെയേഴ്സ്. ക്വസ്റ്റ്യനെയേഴ്സിൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യനെയേഴ്സ് സാധാരണ രീതിയിൽ നമുക്കറിയാം ചോദ്യാവലി അല്ലെ? ചോദ്യാവലിയിലൂടെ ഓഡിറ്റ് നടത്തുന്നതാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ, അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഒബ്സർവേഷൻ, അതായത് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ രൂപേണ തന്നെ തയ്യാറാക്കിയിട്ട് വന്നിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വഴിയിട്ട് ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ പേഷ്യൻസിന്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുമതലയാണ് എങ്കിൽ അവർക്ക് ചില പേഷ്യൻസിനെ എടുത്തിട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അവര് കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ പരിശോധിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ക്വസ്റ്റ്യനെയർ മുഖേന. അത് ഏത് മേഖലയിലാണെങ്കിലും അറിയാം. അതായത് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓഡിറ്റ് നടത്താം അല്ലെ? അപ്പൊ ചിലപ്പോ അവിടുത്തെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനാവാം, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ സേവനങ്ങളുടെ, അതായത് എന്തെങ്കിലും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്തിനെ കുറിച്ചാണെങ്കിലും ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വഴിയായിട്ട് നമുക്ക് ഓഡിറ്റ് പർപ്പസ് നടത്താം.
Then interviews. ഇമ്പോർട്ടന്റ് ആയ ഭാഗമെന്ന് പ്രത്യേകം പറയുന്നതിന് ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ജസ്റ്റ് പോയിന്റ്സേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ എന്തായാലും മോക്ക് ടെസ്റ്റ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങളെ വെച്ചിട്ടാണ്. ഓരോ PDF കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവുള്ളൂ എന്തായാലും. അപ്പൊ സംതിങ് എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ വെച്ചിട്ട് നിങ്ങൾ ബേസ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ എന്തായാലും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് കൂടി ഓക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. അതായത് നമ്മൾ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് അവര് നമ്മളോട് ചോദിക്കാൻ നമുക്കറിയാം. അപ്പൊ എന്തായാലും ജസ്റ്റ് എന്തിനെ കുറിച്ചാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ അവര് ഇന്റർവ്യൂ പോലെ ചോദിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു തൊഴിലിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും തന്നെ കോഴ്സുകൾ എടുക്കുന്നത്. അപ്പൊ അത് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ പറയണമെങ്കിൽ ജസ്റ്റ് എല്ലാത്തിനെയും കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പക്ഷെ ക്വസ്റ്റ്യൻ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് കാര്യം വരുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ മോക്ക് ടെസ്റ്റിൽ വരുന്നതോ അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്ത് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. പക്ഷെ ഇത് ക്ലാസ്സിൽ കയറി എല്ലാവരും അറ്റൻഡ് ചെയ്യണം എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂവിൽ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് കിട്ടാതെ പഴച്ചു നിൽക്കരുത്. അത് ഏതോ ടീച്ചർ എന്തൊക്കെയോ മിസ് എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, ആ ഭാഗം ഇങ്ങനെയൊക്കെയാണോ, ജസ്റ്റ് അപ്പൊ അവർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഓഡിറ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്തിനെ കുറിച്ചാണെങ്കിലും ഓഡിറ്റ് ചെയ്യുന്നത് എന്താണ്, എന്തിനെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് ഡൗൺ ആയി പോയത്, ഹോസ്പിറ്റലിന്റെ സർവീസ് എന്തുകൊണ്ട് ഡൗൺ ആയി പോയി, അതിനെ കുറിച്ച് പഠിക്കാനോ എന്താണെങ്കിലും ആ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഫിനാൻഷ്യലി ബർഡൻ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പേഷ്യൻസ് കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സാ രീതി ഇംപ്രൂവ്മെന്റ് ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ അത് ഏതൊക്കെ മെത്തേഡ് ആണെന്നുള്ള കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഡയറക്റ്റ് ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്, ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്, ക്വസ്റ്റ്യനെയേഴ്സ്, ഇന്റർവ്യൂകളൊക്കെ നടത്തി അല്ലെങ്കിൽ നമുക്ക് ഒരു ഇന്റർവ്യൂസ് ഒക്കെ നടത്തി കഴിയുമ്പോഴും എന്താണ് കുറച്ച് ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് എന്താണ് പോരായ്മകൾ, എന്താണ് കൂട്ടിച്ചേർക്കേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. ദെൻ ക്ലിനിക്കൽ കേസ് റിവ്യൂ, അതായത് എന്തെങ്കിലും ഇതുകൾ അല്ലെ നമ്മളുടെ മെഡിക്കലുമായി ബന്ധപ്പെട്ട അത് മാത്രം തന്നെ പേഷ്യൻസിന്റെ സ്റ്റാഫുകളുടെ ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട റിവ്യൂ അവലോകനം ചെയ്യുന്നത് വഴിയും ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മെത്തേഡ്സ് ജസ്റ്റ് പോയിന്റ് വൈസ് ആയിട്ടെങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ആണ് ഓഡിറ്റിന് ഉള്ളത് എന്നുള്ളത്. പിന്നെ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്, എന്താണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ പറയുന്നത്. എന്താണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് പേഷ്യൻസിനെ അല്ലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ദാറ്റ് പ്രൊവൈഡ് ബൈ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്സ്, അതായത് ക്ലിനിക്കൽ കെയർ അല്ലെ നമ്മുടെ ചികിത്സ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത് നമ്മുടെ നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും സേവനത്തോടു കൂടിയിട്ട് എന്തെങ്കിലും കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റില് പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ വീണ്ടും എന്താണ് പറയുന്നത്, ഇത്തരത്തിലുള്ള ഈ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് എന്താണ് നമുക്ക്, അതായത് ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ആണുള്ളത്. ഒന്ന് കൺകറന്റ് ഓഡിറ്റും, രണ്ട് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. അതായത് അതിന് പറയുന്ന ഒന്നാമത്തേതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈമില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് പേഷ്യൻസിന് കെയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ തന്നെ ഓഡിറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ ടൈമിൽ തന്നെ ചെയ്തുകൊണ്ട് നമ്മൾ ആ സേവനം കാഴ്ചവെക്കുന്ന ടൈമിൽ തന്നെ കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഈസ് ടേക്കിംഗ് സ്പീഡ്. ആ പറയുന്ന അതെ അത് കെയർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓഡിറ്റ് ചെയ്യുന്നതാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. അതിലെന്താ പറയുന്നത്, പൂർവ്വകാല അവലോകനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെയർ ഈസ് റേറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ റെക്കോർഡ്സ്. നമ്മളിപ്പോ പേഷ്യൻസിന്റെ കെയറും അല്ലെ ചികിത്സാ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് എന്തൊക്കെയാണ് ചികിത്സകൾ കൊടുത്തത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസിലായിരിക്കുന്ന വ്യക്തികളുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഉള്ള അതിനുശേഷം ഓഡിറ്റ് കാര്യങ്ങൾ നടത്തുന്നതാണ് എന്ത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുണ്ട്. ഓൺ ദ ടൈമിലാണെങ്കിൽ കൺകറന്റ് ഓഡിറ്റ്,
ഓക്കെ. കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് സ്പീഡ് ഓൺ ദ വേ, അതായത് അത് എത്ര വേഗത്തിലാണ് ഈ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് അതേ സമയത്ത് തന്നെ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണെങ്കിൽ കൺകറന്റ് ഓഡിറ്റ്. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പൂർവ്വകാല അവലോകനം. പൂർവ്വകാലം എന്ന് നമ്മൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കഴിഞ്ഞുപോയ സംഗതി അല്ലെ. കെയർ ഈസ് റേറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ റെക്കോർഡ്സ്. അപ്പൊ നമ്മൾ എങ്ങനെയാ അവലോകനം ചെയ്യുന്നത്? ഒരു പേഷ്യന്റിന് ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവരുടെ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചിട്ടാണ് അവലോകനം ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള അവലോകനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ കെയർ ചെയ്തതിന് ശേഷമുള്ള റെക്കോർഡ്സിന്റെ ബേസിലാണ് അവലോകനം ചെയ്തെങ്കിൽ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്നോ. തന്നെ ആദ്യത്തെ കൺകറന്റ് ആണെങ്കിൽ അത് ടൈം. അപ്പൊ നമ്മുടെ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് കഴിഞ്ഞു. ഇനി എന്താണ് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്? എന്താണ് ഈ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഉദ്ദേശം എന്നാണ്? ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ പറയുന്നു, പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ ബേസ് ലൈൻ ഇൻഫോർമേഷൻ ത്രൂ അസസ്മെന്റ് ഓഫ് അച്ചീവ്മെന്റ്സ്. അതായത് നമുക്കറിയാലേ, നമ്മൾക്ക് ഉള്ള വിഭവശേഷി വെച്ച് നമ്മൾ ഡെഫിനിഷനിലേ പറഞ്ഞിരുന്നു, ഇതാണ് ഉള്ള വിഭവശേഷി വെച്ചിട്ട് ഉള്ള ഒരു അവലോകനമാണ് എപ്പോഴും. നമുക്ക് ആ ശേഷി വെച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കണോ, അല്ലെങ്കിൽ കുറച്ച് കളയണോ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഓഡിറ്റിംഗിൽ നടത്തുക. ഇതിലെന്താണ് ഇതിന്റെ പർപ്പസ്, ഇതിന്റെ ഉദ്ദേശത്തിന് പ്രധാനമായിട്ടും ഒബ്റ്റെയിൻ ബേസ് ലൈൻ ഇൻഫോർമേഷൻ ത്രൂ അസസ്മെന്റ് ഓഫ് അച്ചീവ്മെന്റ്സ്. നേട്ടങ്ങൾ നേടുവാൻ വേണ്ടിയിട്ട്, അതായത് ടൈപ്സ് ഒന്നും കൂടെ പറയുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. കൺകറന്റ് ഓഡിറ്റ് ആൻഡ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആണ് രണ്ട് തരത്തിലുള്ള അവലോകനമാണ് ഇതിൽ വരുന്നത്. അതിൽ കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ കെയറിനോട് അനുബന്ധിച്ച് അതിനോട് ചേർന്ന് തന്നെ എടുക്കുന്ന ഓഡിറ്റ് കാര്യങ്ങളാണ്. അതാണ് ടേക്കിംഗ് സ്പീഡ്. ആ വേഗത അനുസരിച്ചിട്ട് ആ ടൈമിൽ തന്നെ ഓഡിറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൺകറന്റ് ഓഡിറ്റ് ആണ്. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കെയർ സുരക്ഷ എന്ന് പറയുന്നത് റേറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് റെക്കോർഡ്സ്. നമ്മള് കഴിഞ്ഞു അല്ലെ, ചികിത്സാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ അവരെ കഴിഞ്ഞിരിക്കുന്ന വിവരങ്ങളൊക്കെ എന്തായിരിക്കും? റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ റെക്കോർഡ്സുകളുടെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും, മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതില് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് ആ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഓഡിറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ മലയാളം വേണ്ടി പൂർവകാല അവലോകനം. ഓക്കെ, ക്ലിയർ ആയോ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പർപ്പസ് ഓഫ് അല്ലെ, പർപ്പസ് ഓഫ് ഓഡിറ്റിന്റെ, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ആണ്. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, വിപരിചരണം, അതിന്റെ റിസൾട്ട്, ഇംപ്രൂവ്മെന്റ്, ആ ചികിത്സകൾ, ഇതെല്ലാ കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഓഡിറ്റിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പേഷ്യന്റിന്റേതായ ചികിത്സയുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ആ നേട്ടങ്ങൾ, ആ ക്ലിനിക്കൽ ഓഡിറ്റ് പേഷ്യന്റിന്റെ ചികിത്സ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ബേസ് ലൈൻ ഇൻഫോർമേഷൻസ്, അതായത് നമ്മുടെ അടിസ്ഥാനപരമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പിന്നീട് നമ്മൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാനിങ് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട്, അതായത് മെയിൻ ആയിട്ട് പേഷ്യൻസിന്റെ കെയർ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിൽ ഉണ്ടാവുന്നത്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ വെച്ചു കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, വിലയിരുത്താൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഫസ്റ്റ് പർപ്പസ് ആയിട്ട്, അതിന്റെ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. നെക്സ്റ്റ്, ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസ്. ഇത് തന്നെയാണ് ഇതിന്റെ മൊത്തത്തിൽ. ശരിക്കും നമുക്കറിയാലോ, ഓഡിറ്റ് നടത്തുന്നത് ഒന്നില്ലെങ്കിൽ ഇംപ്രൂവ് വരുത്തുക, അതല്ലെങ്കിൽ നഷ്ടത്തിലാണ് പോണെങ്കിൽ എന്തുകൊണ്ട് നഷ്ടം സംഭവിച്ചു, ഇതായിരിക്കും മെയിൻ എയിം. അപ്പൊ ഇതിലെന്താണ് സെക്കൻഡ് പോയിന്റിൽ വീണ്ടും അത് തന്നെ പറയുന്നു, ഫോർ കമ്പാരിസൺ പർപ്പസ്. അതായത് നേരത്തെ കുട്ടി എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട 2-3 എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് എലമെന്റ്സ് ഉണ്ടാവും. അതായത് ഒരു ഫിക്സേഷൻ ഉണ്ടാവും, ഇന്ന കാര്യങ്ങൾ, ഇന്ന പേഷ്യൻസിന്റെ സർവീസ് ഇത്ര ടൈമുകളിൽ അല്ലെങ്കിൽ ഇത്ര സ്റ്റാഫുകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ് എന്നുള്ള രീതിയിലായിരിക്കും ഏതൊരു ബിസിനസ്, അതായത് ഹോസ്പിറ്റലും
സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവര് അത് ആ ഒരു ബേസിക് അതിൽ വെച്ച് ഇപ്പൊ കറന്റ് നിലവിൽ ഇപ്പോ ഉണ്ടാകുന്ന ഒരു ഇത് മുഴുവൻ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്താണ്? ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസ്. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് സർവീസ് സേവനങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്താമോ വരുത്താൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. Next, it is a regulatory in nature that ensure full and effective utilization of staff and facilities available. അതായത് മതിയായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ മതിയായ സ്റ്റാഫിനെ വെച്ചിട്ട് കൃത്യമായ രീതിയിൽ കാര്യക്ഷമമായിട്ട് അവര് ആ സൗകര്യങ്ങൾ നന്നായി തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാഫുകൾ കൃത്യമായി തന്നെ ഡ്യൂട്ടി അവർക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ ഒന്നില്ലെങ്കിൽ കമ്പാരിസന് വേണ്ടിയിട്ട്, മറ്റൊന്ന് എന്താണ്, നമ്മുടെ സ്റ്റാഫുകളൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റീസ് ഒക്കെ നന്നായിട്ട് ഒരു ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തും. Then next point, evaluate the effectiveness and efficiency of health programs and services put into practice. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലാണെന്ന് നമുക്കറിയാം, ചിലപ്പോഴൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കും അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ആ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആ സേവനങ്ങളെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ട് അത് എഫക്റ്റീവായിട്ട് അത് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. നമുക്കറിയാം, ക്ലിനിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പെടും, ക്ലിനിക്കൽ ഓഡിറ്റിൽ പെടും. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാംസ് വെക്കുമ്പോൾ എന്താണ് ഒരു ഉദ്ദേശം, എന്തെങ്കിലും അല്ലെ കൂടുതലായിട്ട് പേഷ്യൻസിന്റെ ചികിത്സാ രീതി ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ആ സർവീസ് എല്ലാം എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യൻസി ആയിട്ട് കാര്യക്ഷമമായിട്ട് ഉണ്ടോ എന്ന് വിലയിരുത്താനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തും. Then narrate and measure present performance. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് തന്നെ കൃത്യമായിട്ട് പ്രസന്റ് നിലവില് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ, അത് അളന്ന് നോക്കാനൊക്കെ ആയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. narrate and measure present performance. Then help developing obvious standards. നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റാൻഡേർഡ്സ് അല്ലെ, നമ്മളെപ്പോഴും ഒരു വ്യക്തമായ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രസന്റിൽ നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ വെച്ചിരിക്കുന്നത് വ്യക്തമായ ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബീവിയസ് സ്റ്റാൻഡേർഡ്സ്, അതായത് വ്യക്തമായ സ്റ്റാൻഡേർഡ്സ് തന്നെയാണോ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നേരാവണ്ണം വ്യക്തമല്ലാത്ത ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് ഫിക്സ് ചെയ്യുന്നെങ്കിൽ എന്താണ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനൊന്നും സാധിക്കില്ല അല്ലെ. അപ്പൊ വ്യക്തമായ ഒരു സ്റ്റാൻഡേർഡ്സ് ആണോ ഫിക്സ് ചെയ്തതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തും. Then recommends what requires to be changed. നമുക്കറിയാം എപ്പോഴും ഒരു കമ്പാരിസൺ ആണ് നടത്തുന്നത് ഓഡിറ്റിൽ അല്ലെ. അപ്പൊ എന്ത് ചേഞ്ച് ആണ് വേണ്ടി വരുന്നത് ഈ നല്ല സർവീസ് കാഴ്ചവെക്കാൻ, അല്ലെങ്കിൽ ബിസിനസ് വിചാരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഇനി വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ടും എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തും. Then എന്താണ് ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ച്. അപ്പൊ നമുക്കറിയാം ചിലപ്പോൾ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വിഭവങ്ങൾ കൂട്ടുന്ന അല്ലെ, ചിലപ്പോൾ മിഷനറി ആയിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മളെ ക്ലിനിക്കൽ ഓഡിറ്റിൽ നമുക്ക് നമ്മുടെ നഴ്സുമാരെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് നഴ്സുമാരെ അങ്ങനെയൊക്കെയുള്ള പേഴ്സൺസിനൊക്കെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ ആഡ് ചെയ്യണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നു. Then appraise the past and modify the present process. അതായത് നമ്മൾ അല്ലെ വിലയിരുത്തിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പാസ്റ്റില് വിലയിരുത്തിയിട്ട് മോഡിഫൈ ചെയ്യുക, എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ പ്രസന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തി നമ്മൾ നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള കാര്യം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുക. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് പല പല ഉദ്ദേശങ്ങളുണ്ട്. ഒരുപക്ഷെ ചിലപ്പോ സ്റ്റാൻഡേർഡ് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് നിലവിലെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്താണ് ചിലപ്പോ പ്രസന്റിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക, ചിലപ്പോൾ വിഭവശേഷിയായിരിക്കും കൂട്ടിച്ചേർക്കേണ്ടത്, എന്താണ് കൂട്ടിച്ചേർക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ എന്താണ് അതിന്റെ കാര്യക്ഷമമായിട്ടാണോ ഈ പറഞ്ഞ
ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പേഴ്സൺസ് ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കണ്ടിന്യൂ ചെയ്തോട്ടെ. നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണോട്ടെ. പറഞ്ഞാൽ പോയിന്റ് വൈസ് ആയിട്ടല്ലോ കൊടുക്കുന്നത്. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ടുകൾ ഉണ്ടോ? ഫോർത്ത് പോയിന്റ്, evaluate the effectiveness and the efficiency of a health programs and service put into practice. അതായത് നമ്മൾക്ക് അറിയാലേ, നമ്മള് എന്തായാലും ഹോസ്പിറ്റലിൽ നമ്മള് നന്നായിട്ട് തന്നെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് സർവീസ് പുട്ട് ഇൻടു പ്രാക്ടീസ്. എന്തെങ്കിലും പ്രാക്ടീസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ചിലപ്പോ ആണെങ്കിൽ നഴ്സുമാരെ നമ്മൾ കൂടുതൽ ക്ലിനിക്കൽ ഓഡിറ്റിൽ അവരെ എവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസുകൾക്കോ പ്രദാനം ചെയ്യുന്നുണ്ടാവും. കേസ് മറ്റുള്ളവരെ പേഷ്യൻസിന് വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോ ഈ നഴ്സുമാരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ഈ സർവീസുകൾ അല്ലെങ്കിൽ ഈ കൂടുതൽ പ്രാക്ടീസുകളൊക്കെ പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റീവായിട്ടോ അത് കാര്യക്ഷമമായിട്ട് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമെന്നുണ്ട്. ഓക്കെ, നരേറ്റ് എന്ന് വെച്ചാൽ വരച്ചു കാട്ടുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ മനസ്സിലാക്കി നരേറ്റ് ആൻഡ് മെഷർ പ്രസന്റ് പെർഫോമൻസ്. നമുക്കറിയാലോ മാത്സിൽ പൊതുവെ മെഷർമെന്റ്സ് ഒക്കെ മിക്കതും വരച്ചൊക്കെ കാണിക്കും അല്ലെ. അപ്പം ലോവർ ലെവലും മിഡിൽ ലെവലും അപ്പർ ലെവലൊക്കെ നമ്മൾ നരേറ്റ് വരച്ച് കാണിക്കും. അപ്പൊ അതാണ് പ്രസന്റ് സിറ്റുവേഷൻ. ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് പോകുന്നത്, റൺ ചെയ്യുന്നത്, ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ ഇംപ്രൂവ്മെന്റ് ലെവലിലേക്കാണോ പോകുന്നത്, അങ്ങനെ കാണിക്കുന്നതാണ് വരച്ച് കാണിക്കുക. നരേറ്റ് ആൻഡ് മെഷർ പ്രസന്റ് പെർഫോമൻസ്. ഇപ്പോഴത്തെ ആ പ്രസന്റ് പെർഫോമൻസ് എങ്ങനെയാ പോയെന്ന് വരച്ച് കാണിക്കുക എന്നുള്ളത് അതറിയാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് കാണും. ഓക്കെ, 6th പോയിന്റ് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് ഹെൽപ്പ് ഡെവലപ്പിംഗ് OBVS സ്റ്റാൻഡേർഡ്. OBVS സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ സ്റ്റാൻഡേർഡ്സ് അത് ഡെവലപ്പ് ചെയ്യണം. അത് നമുക്ക് ശരിയാണോ, ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതനുസരിച്ചിട്ട് കറന്റ് പെർഫോമൻസ് നടത്താൻ സാധിക്കുന്നുണ്ടോ, അതിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തേണ്ടതുണ്ടോ, ഇപ്പോൾ ഡെവലപ്പിംഗ് അതിന്റെ വാർച്ച അതൊന്നും അറിയാൻ വേണ്ടിയിട്ടൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തും. ഇനി എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് പ്രീ റിക്വിസിറ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്? എന്താണ് ഇങ്ങനെ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താനുള്ള മുൻകൂർ ആവശ്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഡിറ്റൊക്കെ നടത്തും. മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ് എന്നൊക്കെ നമ്മൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ക്ലിനിക്കൽ ഓഡിറ്റ് ഇങ്ങനെ നടത്തുന്നതിനുള്ള മുൻകൂർ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തും. അതേമാതിരി വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്, നല്ല രീതിയിലുള്ള മെഡിക്കൽ റെക്കോർഡ്സ് എന്താ പറയുക കണ്ടെത്താൻ വേണ്ടിയിട്ടും എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തും. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, മെമ്പർ, സെക്രട്ടറി, ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സ്, ഇവരെല്ലാവരും കൂടി എന്താണ് ഒരു യോഗം വിളിച്ചു കൂട്ടും. അത് കമ്മിറ്റി ഉണ്ടാക്കും. അതിൽ എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തിയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മുൻകൂറായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മെമ്പർ എല്ലാവരും കൂടി അവര് കമ്മിറ്റി വിളിച്ചു കൂട്ടും. അത് എപ്പോഴാണ് പറയുന്നത്? കമ്മിറ്റി ടു മീറ്റ് വൺസ് എ മന്ത് ഓൺ ഫിക്സഡ് ഡേ. ഒരു ഡേ അല്ലെ, മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും കൂടി, അതായത് ഹോസ്പിറ്റലിന്റെ നിലവിലെ ആ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കമ്മിറ്റി കൂടും. അപ്പൊ അതിൽ എന്തായാലും എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തിയിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് അവര് മാറ്റങ്ങൾ വേണോ വേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്നത്. അതാണ് പ്രീ റിക്വിസിറ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്, മുൻകൂർ ആവശ്യം. ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അവര് എങ്ങനെയാണ് കൂടുന്നത്? ഒരു ദിവസം, അതായത് കമ്മിറ്റി ടു മീറ്റ് വൺസ് എ മന്ത് ഓൺ ഫിക്സഡ് ഡേ. മാസത്തിൽ ഒരു ദിവസം മീറ്റിംഗ് കൂടും. ആ മീറ്റിംഗിൽ ആരൊക്കെ ഉണ്ടാവും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, മെമ്പർ, സെക്രട്ടറി,
ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. നമുക്കറിയാം റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യണം. അതനുസരിച്ചിട്ടുള്ള ഭേദഗതികളും കാര്യങ്ങളും എന്ത് കാര്യത്തിനാണെങ്കിലും പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് ടൈമില് മീറ്റിംഗ് എല്ലാ മന്തും ഇപ്പൊ കൂടുന്നതനുസരിച്ചിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തിയതിന്റെ രേഖകളെല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ട്? നല്ല ഓർഗനൈസേഷനിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കാം. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡേറ്റ. അതായത് അതൊക്കെ വെച്ചിട്ടായിരിക്കും ഹോസ്പിറ്റലിന്റെ ആ സ്ഥിതിവിവര കാര്യങ്ങളൊക്കെ റിസോഴ്സസുകളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ് അത് നല്ല രീതിയിലാണ് ഉപയോഗപ്രദമാക്കിയിരിക്കുന്നത്. അതിന്റെ ആ ഉപഭോഗം എത്രത്തോളം അല്ലെ നമ്മുടെ സ്റ്റാഫുകളെല്ലാം അല്ലെങ്കിൽ അവിടെയുള്ള റിസോഴ്സുകൾ മറ്റു തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം ഏത് രീതിയിലാണ് ഉപയോഗപ്രദമാക്കിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ഡാറ്റ, അതായത് പേഷ്യന്റിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും എന്താണ് നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ് ഉപകാരപ്പെടും. അത് മുൻകൂട്ടി അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തിയിരിക്കും. പിന്നെ സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് അത് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഗ്രാഫിക്കലായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. അതായത് നമ്മൾ ഓഡിറ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്തതിന്റെ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷർ പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, റീ ഓഡിറ്റ്. അതായത് ഈ ഒരു സ്റ്റേജിലൂടെയാണ് ഈ ഓഡിറ്റ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന ഒരു കടമ്പ പൂർത്തീകരിക്കും. ആദ്യം തന്നെ പ്രിപ്പയർ ഓഫ് ഓഡിറ്റ് ആണ്. അതായത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ വേണം അല്ലെ. മുൻകൂറായിട്ട് പ്രിപ്പയർ ആലോചിക്കണം ഏത് തരത്തിലുള്ള കാര്യമാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഉള്ള ആലോചനയാണ് പ്രിപ്പറേഷൻ. സെലക്ടിങ് ക്രൈറ്റീരിയ. സെലക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആവശ്യം ഈ പ്രിപ്പയർ ചെയ്തതിൽ നിന്ന് ഏതാണ് സെലക്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമുക്കറിയാം ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തിയത്. മെഷറിംഗ് പെർഫോമൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എപ്പോഴും ഒരു സ്റ്റാൻഡേർഡും കറൻറ്റും ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഏത് കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും അതിപ്പോ ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനെ കുറിച്ചിട്ട് ടെസ്റ്റിങ്ങും കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും പണ്ടത്തെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻ അതും അല്ലെങ്കിൽ ഇപ്പോ അത് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ ഉപയോഗിക്കുന്ന പേഴ്സൺസ് അത് മായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അങ്ങനെ ഏത് കാര്യത്തിനുമായി ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഏത് കാര്യത്തിനെ കുറിച്ചിട്ടും നമുക്ക് എന്താണ് നമുക്ക് ഓഡിറ്റ് നടത്താം. അത് ഏതാണെന്ന് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അതായത് ഒരുപാട് എണ്ണത്തിൽ നിന്നാണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുക. ആദ്യം നമുക്ക് എന്താണ് ഓഡിറ്റ് നടത്താൻ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്നാണ് സെലക്ഷൻ നടത്തുക. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് മെഷറിംഗ് പെർഫോമൻസ് മെഷർ ചെയ്യുക. മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് ഇങ്ങനെ എന്താണ് 2-3 കമ്പാരിസൺ ഒക്കെ നടത്തി കഴിയുമ്പോൾ എന്താണ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. ആ ഇംപ്രൂവ്മെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ എന്താണ് ഈ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മാർഗങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ എന്താണ് പണ്ടത്തെ അവസ്ഥയിലേക്ക് വരുന്നത്. പക്ഷെ ആ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോവുക. അത് എത്ര ബുദ്ധിമുട്ടിയാലും ആ ഒരു ഇംപ്രൂവ്മെന്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിലനിർത്തിക്കൊണ്ട് പോവുക. അതാണ് സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. പിന്നെ റീ ഓഡിറ്റ്. പിന്നെ വീണ്ടും ഇത് ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് ഓക്കെ ആയിട്ട് പോകണമെന്ന് റീ ഓഡിറ്റ് ചെയ്യുക. അതാണ് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സെപ്പറേറ്റ് ഇവിടെ നമുക്ക് അവിടെ ഡയഗ്രം ബേസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ 6th വരെയാണ് കേട്ടോ അതിന്റെ ഒരു പോകുന്നത്. അതിലെ ഫസ്റ്റ് എന്താണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. അപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്യണം അല്ലെ. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? പ്ലാൻ ഓഡിറ്റ്. ഒരു പ്ലാനിങ് ഓഡിറ്റ് വേണം. ഒരു ഓഡിറ്റ് വേണം എന്നുള്ളൊരു പ്ലാൻ വേണം. തന്നെ യൂസസ് ഇൻഫോർമേഷൻസ്. നമ്മൾ ആ പ്ലാൻ അനുസരിച്ചിട്ട് എന്താണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണം അല്ലെ. നമുക്ക് ഒരു ഓഡിറ്റ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസുകൾ ഇൻഫോർമേഷൻസ് ചിലപ്പോൾ ഏതെങ്കിലും പണ്ടത്തെ റെക്കോർഡ്സുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ വിവരങ്ങൾ കണ്ടെത്തുന്നത്.
ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പല ടെക്നിക്സ് ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് കണ്ടെത്തിയിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് കൈകാര്യം ചെയ്യാം. അങ്ങനെ വ്യത്യസ്ത നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലേ ഡിഫറെന്റ് ടൈപ്സ് ഇത് കണ്ടായിരുന്നു. ഏതാണ് നമുക്ക് മെത്തേഡ്സ് ഉണ്ട്. ഡയറക്റ്റ് ഒബ്സർവേഷനോ ചെക്ക് ലിസ്റ്റോ ഡോക്യുമെന്റേഷൻ റെക്കോർഡ്സോ ക്വസ്റ്റ്യനേഴ്സോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്താണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. എന്ത് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം. ഇനി സെലക്ടിങ് എ ടോപ്പിക്. അപ്പൊ നമ്മൾ എന്താണ് ഈ ഇതിൽ നിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മള് ഇതില് ഈ പോയിന്റ് ആണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില മാറ്റേഴ്സിനെയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഓഡിറ്റ് നടത്തേണ്ടത്. ചിലപ്പോൾ ജീവനക്കാരുടെ ഇടയിൽ നിന്ന് ക്വസ്റ്റ്യൻ വഴി നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ആൻസേഴ്സ് പറയുമ്പോൾ ഇതുകൊണ്ടാണ് സ്പീഡ് ആവാറുള്ളത്. പിന്നെ ടൈമില് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാത്തതിന്റെ കാരണം ഇങ്ങനെ മാറ്റേഴ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഓക്കെ എങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെ ആ ഒരു സ്പെസിഫിക് മാറ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും എന്താണ് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യും. അതാണ് സെലക്ടിങ് എ ടോപ്പിക്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പ്രയോറിറ്റീസ് ഓഡിറ്റ്. പിന്നെ അതില് മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ ആ ടോപ്പിക് കൊടുക്കുമ്പോൾ അതിൽ ഏതാണ് എന്തിനാണ് മുൻഗണന കൊടുക്കണേന്ന് മനസ്സിലാക്കും. അതായത് ഇത് കുറെ ടോപ്പിക്സുകൾ പറയുന്നുണ്ടാവുമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നതനുസരിച്ചിട്ട് പല ഡീറ്റെയിൽസും പല പേഴ്സൺസ് പല രീതിയിലായിരിക്കും പ്രതികരിക്കുക അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് എന്താണ് പ്രയോറിറ്റീസ് ഏതിനാണോ മുൻഗണന കൊടുക്കുന്നത്, ഏതിന് മുൻഗണന കൊടുത്താലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഈ റിസോഴ്സസ് ഈ വിഭവം നന്നായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള അല്ലെങ്കിൽ ഈ സമയം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏതിനാണ് പ്രയോറിറ്റീസ് മുൻഗണന കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കും. ദെൻ ഡിഫൈനിങ് ദ പർപ്പസ്. പിന്നീട് അതിന്റെ ഉദ്ദേശം, അത് എന്താണ് ആ ഉദ്ദേശം, ഓഡിറ്റിന്റെ ഉദ്ദേശം നമ്മളൊക്കെ മനസ്സിലായി. എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ, ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആ ഉദ്ദേശം എന്നുള്ളത് ഡിഫൈൻ ചെയ്യും. അതാണ് ഫസ്റ്റ് നമ്മള് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിംഗിൽ വരുന്നത്. ഓക്കെ, പ്ലാനിങ് ദ ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റ് നടത്തണമെന്ന് പ്ലാൻ ചെയ്യുന്നു. ദെൻ യൂസസ് ഇൻഫോർമേഷൻസ്. അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം. ദെൻ സെലക്ടിങ് എ ടോപ്പിക്. ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യാണ്. കിട്ടുന്ന ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു. വീണ്ടും അതിലെ പ്രയോറിറ്റീസ് അതായത് മുൻഗണന കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് സെലക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് ഡിഫൈൻ ദ പർപ്പസ്. ഓക്കെ, നമ്മൾ അതിന് ശേഷം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു പർപ്പസിലേക്ക് എത്തുന്നു. ദെൻ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. അപ്പൊ നമുക്കറിയാം ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു മാനദണ്ഡം നിശ്ചയിക്കണം അല്ലെ. നമുക്ക് അറിയാം ഒരു കമ്പാരിസൺ നടത്തിയിട്ടാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതും അല്ലെങ്കിൽ കട്ട് ചെയ്തിരിക്കേണ്ടതാണെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ വേണം, അതായത് ഒരു മാനദണ്ഡം വേണം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഒരു പർപ്പസ് കണ്ടെത്തി എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കിയിട്ട് ഒരു പർപ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ, അതിന് വേണ്ടിയിട്ട് ഒരു മാനദണ്ഡം നിശ്ചയിക്കുന്നു. അതെങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്? ആദ്യം ഡിഫൈനിങ് ക്രൈറ്റീരിയ, എന്താണ് മാനദണ്ഡം എന്ന് ആദ്യം തന്നെ കണ്ടെത്തുക. ദെൻ സോഴ്സ് ഓഫ് എവിഡൻസ്. നമുക്കറിയാം ഈ മാനദണ്ഡം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സ് കിട്ടണമെങ്കിൽ ഒരു സോഴ്സ് വേണം അല്ലെ. ഇപ്പൊ ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അതല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ സ്റ്റാഫിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസിൽ നിന്നായിരിക്കും, അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽസ്. നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സിൽ പല പല പ്രൊഫഷണൽസ് ആണ് പല പല കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ആ പ്രൊഫഷണൽസ് ഓരോ രീതിയും അനുസരിച്ചിട്ട് അവരുടെ റെക്കോർഡ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏത് റെക്കോർഡാണ്, അത് ഏത് ഇതിൽ നിന്നാണ് നമ്മൾ എവിഡൻസ് ആയിട്ട് നമ്മൾ തെളിവായിട്ട് ശേഖരിക്കുന്നത് എന്നും കണ്ടെത്തുക. ദെൻ അപ്രൈസിംഗ് ദ എവിഡൻസ്. പിന്നെ നമ്മൾ അത് വിലയിരുത്തുക. ആ എവിഡൻസ് വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതിന് വിലയിരുത്താനായിട്ട് നമ്മളത് തീരുമാനമെടുക്കുക. ഓക്കെ, ഈ ഒരു എവിഡൻസ് വെച്ചിട്ട് നമുക്ക് ഈ മാനദണ്ഡം നിശ്ചയിക്കാം എന്നുള്ളതിലേക്ക് എത്തിച്ചേരുക. അപ്പൊ ഡിഫൈനിങ് ക്രൈറ്റീരിയ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ കണ്ടെത്തുക. നെക്സ്റ്റ് സോഴ്സ് ഓഫ് എവിഡൻസ്, അത് എവിടെ നിന്ന് ഏത് ഇതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്രൈസിംഗ് ദ എവിഡൻസ്, ആ എവിഡൻസ് ഒക്കെ ആണെന്ന് നമ്മൾ കോൺഫിഡൻസ് അല്ലെ, നമുക്കൊരു കൃത്യതയുള്ള എവിഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. അപ്പം ആ എവിഡൻസ്, ആ തെളിവ് എന്ന് പറയുന്നത് ഒക്കെ ആണെന്ന് വിലയിരുത്തി. നെക്സ്റ്റ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. നമ്മളിപ്പോ
നേരത്തെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. ഇനി എന്താണ് മെഷർ ചെയ്യുക. മെഷർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഇപ്പോഴത്തെ നിലവിലത്തെ ആക്ടിവിറ്റീസ് അത് കൃത്യമായിട്ട് ഒന്ന് നോക്കേണ്ടതുണ്ട്. അവർ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണോ. നമ്മൾ കേസ് ഡ്യൂട്ടി ആണ് നമ്മൾ ഇതായിട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡ്യൂട്ടി ഇത്ര പേഷ്യൻസിനെ ഇത്ര ഈ സ്റ്റാഫിന് ഇത്ര സ്റ്റാഫിന് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര സമയം ആണ് നമ്മൾ നോക്കണമെങ്കിൽ ആ സമയത്തിന് ഇത് പേഷ്യൻസിനെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കൃത്യമായ മെഷർമെന്റ് എടുക്കുന്നതാണ്. സ്റ്റാൻഡേർഡ് എന്തിനെ കുറിച്ചാണോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് എന്ത് കാര്യത്തിനെ കുറിച്ച്, സമയത്തിനെ കുറിച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടാണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വേറെ എന്തെങ്കിലും സംഭവത്തിനെ കുറിച്ചിട്ടാണോ ഓഡിറ്റ് നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് നിലവിൽ കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റേജിൽ ചെയ്യുന്നത്. എന്താണ് നെക്സ്റ്റ് അതിൽ പറയുന്നത്? ഫസ്റ്റ് തന്നെ എന്താണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെ, പ്ലാനിങ് ഡാറ്റ കളക്ഷൻ ആണ് ഫസ്റ്റിൽ വരുന്നത്. അതിൽ പ്ലാനിങ് ഡാറ്റ കളക്ഷനിൽ എന്താണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവര് കൃത്യസമയത്തിനനുസരിച്ചിട്ട് കയറുന്നുണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അല്ലെ, സ്റ്റാഫിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് കളക്ഷൻസ്, ഏത് രീതിയിലാണ് ഈ കളക്ഷൻസ് ശരിയായിട്ടുള്ള രീതിയിലാണോ ഈ കളക്ഷൻസ് വന്നിരിക്കുന്നത്. ഹാൻഡ്ലിംഗ് ഡാറ്റ, ഈ ഡാറ്റകളൊക്കെ ഓക്കെ അത് കൈകാര്യം ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് അപ്രൈസലിൽ വരുന്നത് നമ്മളെന്താണ് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് ഈ വ്യക്തികൾ കാര്യങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ഉണ്ടായിരിക്കും സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യും ഇവര് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ആ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടോ, ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെ വിലയിരുത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ കണ്ടെത്തി ഒരു സ്റ്റാൻഡേർഡ് അതിൽ തന്നെ സ്റ്റേജ് ഏതിനു വേണ്ടിയിട്ടുള്ളതാണോ കളക്ട് ചെയ്യുന്നത് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് കണ്ടെത്തി. നെക്സ്റ്റ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. പിന്നെ തേർഡ് പെർഫോമൻസ് വിലയിരുത്തി. അതിനുശേഷം നമ്മൾ കണ്ടെത്തി എന്തെങ്കിലും അപാകതകൾ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. അപ്പൊ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ എടുക്കുന്നതാണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. അതിലെന്താണ് ഐഡന്റിഫൈ ബാരിയേഴ്സ്, ഫിയർ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡ്, ലോ മോറൽ, പുവർ കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അപ്പൊ അതില് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിൽ എന്താണ് ചിലപ്പോ എന്തെങ്കിലും അല്ലെ നമുക്കറിയാം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവും അല്ലെ, ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാനുള്ള തടസ്സങ്ങളായിരിക്കാം ഇവർക്ക് നന്നായിട്ട് തന്നെ എഫക്റ്റീവായിട്ട് ഇപ്പൊ ജീവനക്കാർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത് എന്നുള്ളത് ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഫിയർ എന്ന് പറഞ്ഞാൽ പേടി കൊണ്ടായിരിക്കാം അവര് സ്പീഡില് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡ്, ചിലപ്പോ അത് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണേന്ന് അറിയാൻ പാടില്ലാണ്ടായിരിക്കാം ഇവര് സ്പീഡിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്. ലോ മോറൽ, അപ്പൊ അവർക്ക് മനോവീര്യം ആണ് അതിന്റെ പ്രോബ്ലം എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ചില പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചെന്ന് വരും. ആ പ്രോഗ്രാംസ് ഒക്കെ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ഒക്കെ നടത്തുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഇംപ്രൂവ്മെന്റ്സുകൾ വരുത്തുമ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ സമയത്തിന് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്, അത് ഒരുപക്ഷെ എന്താണ് അവർക്ക് ഐഡന്റിഫൈ ബാരിയേഴ്സ് എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫിയർ കൊണ്ടായിരിക്കാം, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡ് അവർക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവില്ലായ്മയായിരിക്കാം. ലോ മൊറൽ എന്ന് വെച്ചാൽ അവർക്ക് മനോധൈര്യത്തോടു കൂടിയിട്ട് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ആ ടൈമിൽ തന്നെ സർവീസ് കാഴ്ചവെക്കാൻ സാധിക്കാത്തത്. പുവർ കമ്മ്യൂണിക്കേഷൻ, ഒരുപക്ഷെ മറ്റുള്ളവരോട് ചോദിച്ചറിയാനോ അതിനുള്ള കമ്മ്യൂണിക്കേഷന്റെ അത് അഭാവം കൊണ്ടായിരിക്കാം ഇവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തത്. ഇതിലെല്ലാം എന്താണ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തുക. ചിലപ്പോൾ എന്തെങ്കിലും കൗൺസിലിങ്ങോ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തിട്ട് ഇതെല്ലാം അവർ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ചേഞ്ച് ബൈ റിമൂവ് ബാരിയേഴ്സ്. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം മേലധികാരികൾ അവര് തടസ്സം നിൽക്കുന്നത് കൊണ്ടായിരിക്കാം കീഴുദ്യോഗസ്ഥർക്ക്. അപ്പൊ നമുക്കറിയാലേ ഹൈറാർക്കിയിൽ നമ്മൾ കണ്ടായിരുന്നു, നമുക്ക് നഴ്സുമാരിൽ തന്നെ ടോപ്പ് ലെവലിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ആ തടസ്സങ്ങൾ കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സ്റ്റാഫ് നഴ്സുമാർക്ക് അവർ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പറ്റാതിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതെല്ലാം മാറ്റി കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് എന്തെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാംസോ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവരുടെ നടപടികൾ ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും.
പിന്നെ സ്റ്റേജ് 5 എന്താ പറയുന്നത്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തി അവരെ ഇപ്പൊ ഒരു 1 വീക്ക്, സെക്കൻഡ് വീക്ക്, 2 വീക്കൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തു എന്ന് വെച്ചോ. അപ്പൊ പിന്നീട് അവര് വീണ്ടും ഡൗൺ ആയിട്ട് പോവുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഈ ഇംപ്രൂവ്മെന്റ് വരുത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലാതെയും. അപ്പൊ അത് നിലനിർത്തേണ്ടതുണ്ട്. അതാണ് സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ എന്താ പറയുന്നത്, റീഇൻഫോഴ്സിങ് ഇംപ്രൂവിങ്, അതായത് ഇംപ്രൂവ്മെന്റ് ഒക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, അല്ലെ, നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവര് ഓഡിറ്റേഴ്സ് അവരെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, വിലയിരുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇവരെ ഡൗൺ ആയി പോണില്ല, നമ്മൾ കൊടുത്ത പ്രോഗ്രാംസ് കൊണ്ടൊക്കെ അല്ലെങ്കിൽ ബരിയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം വിലയിരുത്തിക്കൊണ്ടിരിക്കുക. റീ ഓഡിറ്റ് ചെയ്യുക, വീണ്ടും ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, വീണ്ടും റീ ഓഡിറ്റിലേക്ക് തന്നെ വരികയാണ്. എന്താണ് റീ ഓഡിറ്റിലേക്ക് വരുമ്പോൾ, റിവ്യൂ എവിഡൻസ്, നമ്മള് വീണ്ടും അല്ലെ വീണ്ടും അവലോകനം ചെയ്യുക. ഈ പറഞ്ഞ തെളിവുകളൊക്കെ വെച്ചിട്ട്, ഇവരുടെ തെളിവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുക. മെഷർ എഫക്റ്റീവ്നെസ്, കാര്യക്ഷമമായിട്ടാണോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മെഷർ ചെയ്യുക. ഡിസൈഡ് ഹൗ ഓഫൺ ടു റീ ഓഡിറ്റ്, ഇതിനു വേണ്ടിയിട്ട് അല്ലെ എത്ര തവണ നമ്മളിങ്ങനെ റീ ഓഡിറ്റ് ചെയ്ത് ഇവരെ കൊണ്ട് ഓക്കെ ആക്കിയിരിക്കണം. അതായത് നമ്മുടെ സേവനം നല്ല രീതിയിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് എത്ര തവണയാണെങ്കിലും വീണ്ടും റീ ഓഡിറ്റ് ചെയ്ത് വീണ്ടും ഇംപ്രൂവ്മെന്റ് നടത്തി പിന്നെയും വീണ്ടും റീ ഓഡിറ്റ് ചെയ്ത് എത്ര തവണ വേണമെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താം. ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ കാര്യങ്ങൾ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് റീ ഓഡിറ്റിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഓഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തിയാൽ പെട്ടെന്ന് തന്നെ അവിടെ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടേച്ച് പോരരുത്. വീണ്ടും അത് ഒന്നുകൂടി സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് റീ ഓഡിറ്റ് ചെയ്ത് ഇംപ്രൂവ്മെന്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് എന്താണ് ആ സർവീസുമായിട്ട് അവരിലേക്ക് എത്തിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതില് പറയുന്നത്. അപ്പൊ അത്രയും സ്റ്റേജുകളാണ്. ഫസ്റ്റ്ലി എന്താണ് നമ്മൾ കുറച്ച് ഡയഗ്രാം ബേസ് ചെയ്തൊക്കെ കാണിച്ചു. പിന്നെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രിപ്പയറിംഗ് ഓഡിറ്റ് ആണ്. സെക്കൻഡ് സെലക്ഷൻ ക്രൈറ്റീരിയ, മാനദണ്ഡം നിശ്ചയിക്കുക. മെഷറിംഗ് ലെവൽ പെർഫോമൻസ്, അത് വിലയിരുത്തുക എന്നുള്ളത്. പിന്നെ ഇംപ്രൂവ്മെന്റ്സ്, അല്ലെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തണമെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ്സ് വരുത്തുക. പിന്നെ സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, ആ ഇംപ്രൂവ്മെന്റ്സ് നിലനിർത്തി കൊണ്ടുപോവുക. റീ ഓഡിറ്റ്, നമ്മൾ നിലനിർത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അത് വീണ്ടും റീ ഓഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി അവരെ ഇപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിലെ ലാസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ക്ലിയർ ആയോ? കുറച്ച് പറയുന്നുണ്ട്, എന്നാലും ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ റിയോഡി എന്ന് പറയുന്നത് റിയോഡിറ്റ് തന്നെയാണ്. ഓക്കെയാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. നമുക്കത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൂ. നമുക്കൊന്ന് അടുത്തതിലേക്ക് പോകാം. എന്താണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് പറയുന്നുണ്ട്. നമുക്കറിയാം ചികിത്സയുമായി ബന്ധപ്പെട്ട് അല്ലെ, പേഷ്യൻസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഓഡിറ്റ് ചെയ്യാം അല്ലെ. അത് എന്താണെങ്കിലും നമുക്ക് സ്ഥിതിവിവര കണക്കുകൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒരു പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം എത്രത്തോളം കാര്യക്ഷമമായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഓഡിറ്റ്, ചികിത്സയുമായി പേഷ്യൻസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഓഡിറ്റ് ചെയ്യാം. അത് കൊടുക്കുന്ന നഴ്സുമാരെ ആണെങ്കിലും അസിസ്റ്റന്റ് നഴ്സുമാരെ കാര്യങ്ങളാണെങ്കിലും
എന്താണ് മറ്റേതെങ്കിലും ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള അതിനെ കുറിച്ചിട്ടുള്ള അറിവിന് വേണ്ടിയിട്ടാണെങ്കിലും ആവാം. അപ്പൊ എന്താണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് പറയുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് നടത്താം. എക്സ്റേ വ്യൂ, അതിന്റെയൊക്കെ കാര്യങ്ങൾ എക്സ്റേയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടത്താം. ദെൻ ഡിസീസസ് ഓഡിറ്റ്, അല്ലെ, പലതരത്തിലുള്ള ആ ഡിസീസുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിരിക്കുന്നത്. അതിന് ഇനിയിപ്പോ വരാനിരിക്കുന്ന നമ്മൾ ഇപ്പൊ കണ്ടായിരുന്നല്ലേ കോവിഡ് ഒക്കെ വന്നപ്പോൾ അത് വീണ്ടും വീണ്ടും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ എന്താണ് 2 തരത്തില് അല്ലെ, ഓൺ ഗോയിങ് ഓഡിറ്റും പിന്നെ റെക്കോർഡ് ചെയ്തിരിക്കുന്നതനുസരിച്ചിട്ടുള്ള ഓഡിറ്റ്. എനിക്ക് തോന്നുന്നു ആ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓഡിറ്റ് അനുസരിച്ചിട്ടുള്ള വീണ്ടും ഒരു സിറ്റുവേഷൻ ആയിട്ടാണെന്ന് തോന്നുന്നു ഈ ഓഡിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് അത് രണ്ടിലും എന്താണ് ഈ ഓഡിറ്റ് വരാം. കൺകറന്റ് ഓഡിറ്റ് നമ്മള് റെസ്ട്രോളജി ഓഡിറ്റ് അല്ലെ, ആ പൂർവ്വകാല അവലോകന രീതിയിലും ഓഡിറ്റ് നടത്താം എന്ന് പറഞ്ഞു. അത് ഏതൊക്കെ ടൈപ്പില് വേണമെങ്കിൽ ആവാം. നമുക്കറിയാം ഓരോരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് നടത്താം എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എക്സ്റേ വ്യൂ അറിയാൻ വേണ്ടിയിട്ട്, ഡിസീസസ് ഓഡിറ്റ്, ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം അല്ലെ, രോഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ഒക്കെ നടത്താമെന്ന് പറഞ്ഞല്ലേ, ഈ രീതിയിലൊക്കെ നടത്താം. അത് എങ്ങനെയൊക്കെ നടത്താമെന്ന് ചോദിക്കുമ്പോൾ ഓൺ ഗോയിങ് അല്ലെ, ആ ടൈമിൽ നടത്താം. അതേമാതിരി തന്നെ പൂർവ്വകാല രീതിയിൽ അവലോകനം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ മീൻ ചെയ്ത് വെക്കാം. ക്ലിനിക്കൽ ഓഡിറ്റ് ഈ കാര്യങ്ങൾക്കൊക്കെ ഓഡിറ്റ് നടത്താം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അത് ഏതൊക്കെ രീതിയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഓൺ ഗോയിങ് ആ ടൈമിൽ നമുക്ക് ഓഡിറ്റ് നടത്താം. പിന്നെ പൂർവ്വകാല അവലോകനം എന്ന രീതിയിലും കൂടി ഓർത്ത് വെക്കും. അപ്പൊ ഇതിലെന്താണ് ഡിസീസസ് ഓഡിറ്റുമായി രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒബ്സ്റ്ററിക്, അതായത് നമ്മുടെ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട അല്ലെ, അവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അറിവിന് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം. ഇൻഫെക്ഷൻ കൺട്രോൾ, നമ്മുടെ അണുബാധയെ കൺട്രോൾ ചെയ്യുന്നതിന് അതെങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നിലവിൽ പുതിയ അണുബാധകളൊക്കെ വരുമ്പോൾ ആ അണുബാധകളൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തതെന്ന് അത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കുക, മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് നടത്താം. തന്നെ നഴ്സിംഗ് ഓഡിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അവരുടെ ആ ഒരു റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നഴ്സുമാരുടെ ഓഡിറ്റ് നടത്താം. ഡെത്ത് ഓഡിറ്റ്, ഇത്ര ടൈമിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് മരണനിരക്കുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും എന്താണ് ഓഡിറ്റ് നടത്താം എന്നുള്ളതാണ് ഇതിൽ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് ജസ്റ്റ് പോയിന്റ്സ് ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ഇതിന്റെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്നുള്ളതൊക്കെ. ഇതിന് എന്താണ് വീണ്ടും റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. എന്തായാലും മെഡിക്കൽ കോളേജില് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ, ഇത് നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത എന്താ പറയുക, അടുത്ത ഇതിലേക്ക് എന്തായാലും തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും എന്താണ് നിങ്ങൾ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് അതിന്റെ ആ ഒരു ഇത് കൊണ്ടുവരാം. ഞാൻ ചെക്ക് ചെയ്ത് പോയാലും കരുതാതിരിക്കരുത്. പുതിയൊരു ചാപ്റ്റർ നമുക്ക് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എടുക്കാനുണ്ട്. അപ്പൊ ആ ഒരു PDF നിങ്ങൾ കരുതി വെക്കുക. നമുക്ക് 3ഉം 3ഉം 4ഉം മൊഡ്യൂൾസ് ഇങ്ങനെ ഇച്ചിരി ലെങ്ത്, ഇപ്പൊ ചാപ്റ്റർ സെക്കൻഡ്, അപ്പൊ ചെറിയത് ഇടയ്ക്ക് വന്ന് കയറി വിടുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സസ് ഒരു ലെങ്ത് കൂടുതലായതായിരുന്നു അല്ലെ, ഒരു ചെറിയൊരു ഇത് നമ്മൾക്ക് ഓഡിറ്റ് എടുത്തതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിനെ വെച്ചിട്ട് എടുക്കാം. അപ്പൊ നെക്സ്റ്റ് എന്റെ ക്ലാസ്സിൽ അത് കൊണ്ടുവരും. ഇനി ഇപ്പോൾ എടുക്കാനുള്ളത് എന്താണ്, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. ഓക്കെ, ഇതെങ്കിലും ഈ പോയിന്റ്സ് നമുക്ക് പറഞ്ഞു നിർത്താം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് മാത്രം എടുക്കാനുണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് എത്തിക്കൽ എടുക്കും. ഓക്കെ, എന്താണ് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്? അതിൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ് ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത് നോക്കാം. എന്താണ്, ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അല്ലെ, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ലൊരു ചുറ്റുപാട് സൃഷ്ടിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ നന്നായി തന്നെ റൺ ചെയ്ത് പോയാൽ അല്ലെ, സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് റൺ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഓർഗനൈസേഷന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഓഡിറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, എന്തൊക്കെ മാറ്റം വരുത്തി ഇതൊക്കെ ചെയ്യുമ്പോഴെന്താണ് ഓർഗനൈസേഷൻ നഷ്ടത്തിലേക്ക് പോകില്ല അല്ലെ, ഹോസ്പിറ്റൽ നഷ്ടത്തിലേക്ക് പോകില്ല. അപ്പൊ അത് ഉറപ്പുവരുത്താൻ ഫെസിലിറ്റേറ്റ് സൗകര്യം ചെയ്ത് കൊടുക്കുക, അതിന്റെ പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല ഒരു
ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഒരു ഓഡിറ്റിൽ നമുക്ക് റോൾ ഉണ്ട് ആർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്. ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. അതായത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ പല റിസോഴ്സസുകൾ നമുക്കറിയാം, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, മിഷനറി, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിഭവശേഷികളും ഉണ്ട്. അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ, ഈ സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കാനായിട്ട് അത് നല്ല റോള് ആർക്കുണ്ട്, അഡ്മിനിസ്ട്രേഷനിലുണ്ട്. അതേമാതിരി തന്നെ ടു മോട്ടിവേറ്റ് ടു എനേബിൾ ദ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് ടു വർക്ക് to motivate to enable the medical care providers to work enthusiastically. അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഒരു വർക്കേഴ്സ് അല്ലെ, നല്ല രീതിയിലുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ. അതാണോ എന്തോസിസ്റ്റാറ്റിക്കലി എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത്, ഉത്സാഹശീലമുള്ള വർക്കേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആ നല്ല രീതിയിൽ പണിയെടുക്കാൻ പറ്റുന്ന, ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വർക്കേഴ്സുകളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് കണ്ടായിരുന്നു. ചിലർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ്, ഫിയർ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊക്കെയാണ് പേടിച്ച് നിൽക്കണമെങ്കിൽ അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് നല്ല ഉത്സാഹശീലമുള്ള വ്യക്തിത്വം ആക്കി തീർക്കാനായിട്ട് എന്തെങ്കിലും പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് എന്താണ് ആ പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. Then to attend patient complaint റിഡ്രസൽ കമ്മിറ്റി, അതായത് നമ്മൾ പറഞ്ഞ പരാതി നിർവഹണ കമ്മിറ്റിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് അറിയിക്കാനായിട്ട് അവർക്ക് ആ ഒരു പരാതി പരിഹാര നിർവഹണം നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അത് അഡ്മിനിസ്ട്രേഷൻ പദവിയിലിരിക്കുന്ന വ്യക്തികൾ കൈകാര്യം ചെയ്യണം. Then to edit and monitor media coverage present നോട്ട്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നല്ലേ എഡിറ്റുമായി ഓഡിറ്റ് ഒക്കെ നടത്തേണ്ടതുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോ അതുമായി സ്പെഷ്യലി എന്തെങ്കിലും മീഡിയാസ് ഒക്കെ വരുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്തുന്നുണ്ടായാൽ ആ കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേഷനിലുള്ള വ്യക്തികൾ അവരായിരിക്കും പങ്കുവയ്ക്കേണ്ടത്. Then patient satisfaction surveys reveal the grey areas. അതായത് നമുക്ക് അറിയാമല്ലേ പല പേഷ്യൻസിനും ഇതേമാതിരി തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ പദവിയിലുള്ളവർക്ക് കൃത്യമായിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും ഓഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതനുസരിച്ച്. Then to conduct exit interview and make changes as suggested. അതായത് എന്തെങ്കിലും കാര്യങ്ങളല്ലേ കോണ്ടാക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് സജസ്റ്റഡ്, എന്തെങ്കിലും സജഷൻ ഒക്കെ നിർദ്ദേശിക്കേണ്ടതുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അത് നിർദ്ദേശിക്കാനൊക്കെ ആയിട്ട് ഈ ഓഡിറ്റ് കാര്യങ്ങളിലൂടെ സാധിക്കും എന്നുള്ളത്. ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്, എന്തെങ്കിലും പോളിസീസ് പുതിയ പുതിയ നയങ്ങൾ ഇറക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട് അഡ്മിനിസ്ട്രേഷന് സാധിക്കുമെന്നുള്ളത്. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവർക്കുള്ള പങ്ക് അല്ലെ, ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട അവർക്കുള്ള പങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തുമ്പോൾ നമുക്കറിയാം ചിലരുടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചെന്നിരിക്കും അല്ലെ. അപ്പൊ അവരൊക്കെ ആ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ് ചിലപ്പോൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്, അഡ്മിനിസ്ട്രേഷന്റെ ഒരു റോളാണ്. പിന്നെ എന്താണ് സ്മൂത്ത് റിസോഴ്സസ്, ചിലപ്പോൾ ഫിനാൻഷ്യലി ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇറക്കേണ്ടതുണ്ടാവും. ചില പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ അവർക്ക് മാനേജ്മെന്റിന് കുറച്ച് ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇറക്കേണ്ടതായിട്ട് വരും. അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. മോട്ടിവേഷൻ, ചില നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അവിടുത്തെ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ഒക്കെ നടത്തണമെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കണം. പിന്നെ എന്താണ് എന്തെങ്കിലും കംപ്ലൈൻസുകൾ ഉണ്ടായെങ്കിൽ അത് എല്ലാം പരിഹരിച്ച് കൊടുക്കണം. പിന്നെ മോണിറ്റർ മീഡിയാസ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവർക്ക് റെസ്പോണ്ട് ചെയ്ത് അല്ലെ ഓഡിറ്റ് ഒക്കെ വഴി തന്നെ റെസ്പോണ്ട് ചെയ്ത് കൊടുക്കണം. ദെൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, അവരുടെ പേഷ്യൻസിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ളവർ ചെയ്തു കൊടുക്കണം. ദെൻ ടു കോണ്ടാക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്, എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുക. ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്, അതേപോലെ തന്നെ എന്തെങ്കിലും നയങ്ങൾ അല്ലെ ഓഡിറ്റ് മനസ്സിലാക്കി കഴിയുമ്പോഴായിരിക്കും പുതിയ പുതിയ നയങ്ങൾ ചിലപ്പോൾ രൂപീകരിക്കേണ്ടതുണ്ടാവും. അപ്പൊ നമുക്കറിയാം ഓഡിറ്റ് നടത്തിയവർക്കൊന്നും നയങ്ങളൊന്നും പുതിയ നയങ്ങളൊന്നും രൂപീകരിക്കാൻ സാധിക്കില്ല അല്ലെ.
എല്ലാ അഡ്മിനിസ്ട്രേഷനിലും റോളുള്ളവരാണ്. അവരായിരിക്കണം പുതിയ നയങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതില് പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് കൊണ്ടുവരിക. നമുക്ക് ഈ ഓഡിറ്റിന്റെ ഒരു ലാസ്റ്റ് പേജസ് കൂടി എടുക്കാനുണ്ട്. ഒന്നുമില്ല. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.